അങ്ങയുടെ മോഹം കാരണമാണ് അവന്റെ ജീവിതത്തിൽ നിന്നും ധർമ്മം നഷ്ടപ്പെടുവാനിടയായത്. ലോഭം, ഭയം, അത്യാഗ്രഹം തുടങ്ങിയവയുടെ വിദ്യ മാത്രമാണ് അങ്ങ് അവന് നൽകിയിരുന്നത്. മനസ്സിലെ മോഹം കാരണം യഥാർത്ഥ യോഗ്യതകളുള്ള ഒരു ഗുരുവായി തീരുവാൻ ഈ കാലത്തിനിടയിൽ അങ്ങയ്ക്കൊരിക്കലും സാധിച്ചിരുന്നില്ല ഗുരുദേവ. അങ്ങെപ്പോഴും വെറും ഒരു പരിശീലകൻ മാത്രമായിരുന്നു. അങ്ങനെയൊന്നും പറയാതിരുന്നാലും വാസുദേവ, അങ്ങേക്കറിയാമല്ലോ, നാം നമ്മുടെ സമ്പൂർണ്ണ ജീവിതത്തിലും നമ്മുടെ സമസ്ത ശിഷ്യന്മാരെയും പരിപൂർണമായ ആത്മാർത്ഥതയോടെ തന്നെ ഉത്തമരാക്കുവാൻ പരിശ്രമിച്ചിരുന്നു. യഥാർത്ഥ ഗുരുക്കന്മാർ നിസ്വാർത്ഥമായി വിദ്യ ദാനം നൽകുന്നവരായിരിക്കും. അവർ വിദ്യയുടെ വ്യാപാരം നടത്തുന്നവരായിരിക്കുകയില്ല. അതിനാൽ ഒരു ശ്രേഷ്ഠനായ ഗുരു ശിഷ്യന്മാരിൽ നിന്നും ദക്ഷിണ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, വിദ്യയുടെ മൂല്യമായിരിക്കുകയില്ല. എന്നാൽ അങ്ങയുടെ ജ്ഞാനത്തിന് മൂല്യം നിശ്ചയിക്കുകയായിരുന്നു ഗുരുദേവ. അങ്ങയുടെ ജ്ഞാനത്തിന് പകരമായി ശിഷ്യന്മാരിൽ നിന്നും പ്രതികാരം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങ് സ്വന്തം ജീവിതം തന്നെ വിഷമയമാക്കിയെന്ന് മാത്രമല്ല, സ്വന്തം ശിഷ്യന്മാരുടെ ജീവിതത്തിലും വിഷം കലർത്തിയിരിക്കുകയാണ്.